ബഹ്റിനിലെ മനാമയിലുള്ള US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ 9 ദിവസമായി തന്നെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി തന്നെ ഇറാൻ ആക്രമണം ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് അവിടുത്തെ ജനങ്ങളടക്കം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ആയതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതലായി ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ബഹ്റിനിലാണ് എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടായി പുറത്തു വരുന്നത്. ബഹ്റിനിലെ മനാമയിലുള്ള US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് നേരെയാണ് ഇപ്പോൾ ഇറാൻ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ US സൈന്യത്തിലെ 21 സൈനികർ കൊല്ലപ്പെട്ടതായി തന്നെയാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന് നൽകിയ മറുപടിയായിട്ടാണ് ഈ ആക്രമണമെന്നായിരുന്നു ഇറാൻ അവകാശപ്പെട്ടത്. അതേപോലെ തന്നെ ആക്രമണത്തിൽ കപ്പൽപ്പടയുടെ ആസ്ഥാനത്തെ റഡാർ സംവിധാനങ്ങൾ, കെട്ടിടങ്ങൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെർമിനലുകൾ എന്നിവ തകർത്തതായും ഇറാൻ ഇവിടെ അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സൈനികരെല്ലാവരും ബങ്കറുകളിലായിരുന്നുവെന്നും ഒരാൾ പോലും മരിച്ചിട്ടില്ല, അതായത് ഇതുവരെയും ഒരു മരണം പോലും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് യുഎസിന്റെ ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആവട്ടെ സമാന രീതിയിൽ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് നേരെ ഒരു മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയായി തന്നെ മാർച്ച് 6-ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് തന്നെ ഇറാന്റെ യുദ്ധക്കപ്പലിന് US അന്തർവാഹിനി ഉപയോഗിച്ചുകൊണ്ട് തകർക്കുകയാണ് ചെയ്തത്. അതേസമയം ഇസ്രായേലും US-ഉമായുള്ള യുദ്ധം അത് അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിനിടയിൽ നേതൃനിരയിൽ തന്നെ വലിയ ഭിന്നത രൂക്ഷമാകുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയൻ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചതും ഇനി ആക്രമിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയതും ഇറാനിലെ നേതൃനിരയിൽ വലിയ വിള്ളലുകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രസിഡന്റ് ക്ഷമാപണം നടത്തുകയും ഇനി ആക്രമിക്കില്ല എന്ന്, അല്ലെങ്കിൽ അത്തരം ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ ആകട്ടെ പല ഭാഗത്ത്, അതായത് ഗൾഫിലെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാനിലെ നേതൃനിരയിലെ ഒരു തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നും അത് പ്രായോഗികമാക്കും, അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലേക്ക് അത് തമ്മിലുള്ള ഭിന്നതകൾ വളരെ രൂക്ഷമായി തന്നെ മറനീക്കിക്കൊണ്ട് പുറത്തു വരികയും ചെയ്യുകയാണ് ഇതിനിടയിൽ ഉണ്ടായിരിക്കുന്നതും. പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയൻ അയൽ രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചതും ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയതുമെല്ലാം തന്നെ സായുധ വിഭാഗമായ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവരുടെ നേതൃത്വത്തിൽ ഒന്നടങ്കം ഇത് വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും മാത്രമല്ല വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉടലെടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം തിരിച്ചടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ഇതിലൂടെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.